നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 312ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ ശ്രീകാന്തിനെ കുറിച്ചിട്ടാണ്. ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല. ഒരു 35 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹവും ഞാനുമായി സംസാരിക്കുന്നതും. ശ്രീ ജയരാജ് വലിയശാല ഛായാഗ്രഹണം നിർവഹിച്ച് ശ്രീ എം വേണുകുമാർ സംവിധാനം ചെയ്ത ഒരു ഷോർട്ട് ഫിലിമുണ്ട്, ആത്മകാഹളം എന്നാണ് അതിൻ്റെ പേര്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്ത ആ ചിത്രത്തിൽ ഞാനാണ് പ്രധാന ഭാഗം അഭിനയിച്ചത്. ഒരു വർഷത്തോളം എടുത്തു ആ ഹ്രസ്വചിത്രം പൂർത്തിയാക്കാൻ. അതിൻ്റെ ചിത്രീകരണ സമയത്ത് പാൽക്കുളങ്കരയിലുള്ള ഒരു വീട്ടിൽ വെച്ചിട്ടാണ് ചിത്രീകരിച്ചത്. അന്ന് ശ്രീകാന്ത് അവിടെ ഉണ്ടായിരുന്നു. ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു ഡോക്ടറെ കാണാൻ പോകുന്ന 1-2 സീനുകൾ എടുക്കുന്ന അവസരത്തിലാണ് അദ്ദേഹവും ആ വീട്ടിലുള്ളത്. അങ്ങനെ അദ്ദേഹവും ആ സിനിമയിൽ 1-2 സീനിൽ അഭിനയിച്ചു. ഞാനിങ്ങനെ കയറിപ്പോകുന്നതും അദ്ദേഹത്തെ കാണാനായി പുറത്ത് വെയിറ്റ് ചെയ്യുന്നതും ഒക്കെയായിട്ടുള്ള കുറച്ച് സീനുകൾ. വർക്കലയിലും തിരുവനന്തപുരത്തും അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച്, ശംഖുമുഖത്തും കോവളത്തും ഒക്കെ വെച്ച് അതിൻ്റെ വിവിധ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തത് ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നു. അന്നെടുത്ത സ്റ്റിൽ ഫോട്ടോഗ്രാഫ്സ് വെച്ച് വേറൊന്നും ഇന്ന് കയ്യിലില്ല. നല്ല മികവുറ്റ കഴിവുള്ള ഒരു നല്ല ഗായകൻ. ഒരുപാട് പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. ഇന്നും അദ്ദേഹം കർമ്മനിരതനാണ്. അദ്ദേഹവുമായി ബന്ധമുള്ള ചിലരോടൊക്കെ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ കിട്ടാൻ വേണ്ടി പരിശ്രമിച്ചിരുന്നു, നടന്നില്ല. പക്ഷെ അന്ന് അദ്ദേഹത്തെ കണ്ടതും സംസാരിച്ചതും അനുഭവിച്ചതുമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് എൻ്റെ കൃഷ്ണശിലയായി എന്ന എപ്പിസോഡിലൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളത് കാണുകയും കേൾക്കുകയും ചെയ്യുമല്ലോ. ഇവിടെ ചുരുക്കട്ടെ.